ഹായ് ഫ്രണ്ട്സ്, j7art ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊന്നേ ഒരു സോഷ്യൽ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ പുഴ ആകെ കച്ചറായിട്ട് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് പ്ലാസ്റ്റിക്കാണ് പ്രശ്നക്കാരൻ, ബാക്കിയുള്ളതൊക്കെ ഒരുക്കി പോണതാണ്, മെൽറ്റായി പോകുന്നതാണ്. പ്ലാസ്റ്റിക്കിനെ നമുക്കൊന്ന് കോരി എടുത്തിട്ട് മാറ്റാനുള്ള ഒരു ചെറിയൊരു ശ്രമം നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഓരോരുത്തർ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയാലാണ് നമ്മുടെ പുഴ വൃത്തിയാവുള്ളൂ. അല്ലാതെ എല്ലാവരും അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ തന്നെ തുടങ്ങുക. ഇപ്പം ഞങ്ങൾ തുടങ്ങണം. അപ്പം ചെറിയൊരു ശ്രമം എത്രത്തോളം ക്ലീനാവുന്നത്, ഇത്ര വലിയ പോലെ നമ്മളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് എന്തായാലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞങ്ങളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യാൻ വേണം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒഴുകി നടക്കാനുള്ള ഇങ്ങനെ രണ്ട് സെക്ഷൻ തിരിച്ചിട്ടോ. അപ്പോൾ പിന്നെ രണ്ടും രണ്ടാക്കി പാക്ക് ചെയ്യാലോ. ആ കുപ്പിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. കുറ്റിക്കാടാന്ന് അങ്ങോട്ട് പോവാം. നമ്മുടെ ഇവിടുത്തെ പ്ലാസ്റ്റിക് വർക്കിൽ കഴിഞ്ഞേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് എന്നല്ല, തെർമോക്കോളൊക്കെ ഉണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്. പുഴയിലെ മാലിന്യങ്ങൾ നോക്കാം. അവിടെ കിടക്കണ്ടെങ്കിൽ ഉണ്ടാവും, ഉണ്ടെങ്കിൽ എടുക്കാല. ആ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. കുപ്പി ഇറങ്ങാൻ, കുപ്പികളെ പ്ലാസ്റ്റിക് കുപ്പിയാണുള്ള പ്രശ്നം. പ്ലാസ്റ്റിക് കുപ്പി ഇത് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമൊക്കെ കാണുന്നത്. ഇത്രയും കുപ്പി ഇവിടെ വീണ്ടും റീസൈക്കിൾ ആയിട്ടുണ്ട്. അതായത് ഇവരിവിടെ വലയുടെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി, വേസ്റ്റൊക്കെ വലയുടെ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടയറിൽ കെട്ടി പുറത്ത് ഒരു ഇതുപോലെ ഇട്ടേക്കുന്നത്, ഒരു ചെയിൻ പോലെ. ഓരോ മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി എടുക്കേണ്ടി വരും ഇതേപോലെയുള്ള കാര്യങ്ങൾ. ഇതാണ് കണ്ടല്, ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട സംഗതിയാണ്. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പ്ലാസ്റ്റിക് വന്ന് കയറിയേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായി പിടിക്കുന്നതാണ്. നോക്കി നോക്കാം, ഇട്ടാവുന്നിടത്ര നമുക്ക് പരമാവധി വാരിയെടുക്കാം. കുടുങ്ങിയെടുക്കുന്നതിനകത്ത്
വീട്ടിൽ തേങ്ങ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, തേങ്ങ കിട്ടിയായിരുന്നു. പല പല ഗുണങ്ങളുണ്ടല്ലേ. ആ അടിപൊളി തേങ്ങ. നല്ല സ്ഥലമാണ്. നമ്മളങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കിട്ടി, നമുക്ക് കുറേ കുപ്പികൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ രണ്ടുപേര് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല. എല്ലാവരും കൂട്ടായിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമ്മളുടെ പുഴനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുഴയിൽ. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പെടാതെ തന്നെ ഇത്രത്തോളം പ്ലാസ്റ്റിക് ബോട്ടിൽ പോയിടുന്നുണ്ട്. നമുക്ക് എടുക്കാൻ പറ്റാതെ ഇതിൻ്റെ കണ്ടലിൻ്റെ ഉള്ളിലൊക്കെ കയറി കുത്തി കയറി കിടക്കണത്. അതൊന്നും നമുക്ക് എടുക്കാൻ കിട്ടണമെന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചേക്കാണ് സർക്കാർ. ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. പുഴയിൽ ഒരു സാധനം, പ്ലാസ്റ്റിക് ഒരു സാധനം ഇടില്ല എന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തീരുമാനം എടുക്കണം. നമ്മൾ ഓരോരുത്തരും തന്നെ തീരുമാനം എടുത്താലാണ് നമ്മളുടെ പുഴ രക്ഷപ്പെടുകയുള്ളൂ. എന്താ അവിടെ ഇല്ല അല്ലേ? ആ ഇത്രയും കുപ്പികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയൊരു ശ്രമം ഇത്രയും ബോട്ടിൽ കിട്ടി. ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ വഞ്ചിയാണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പോൾ അതെ വെള്ളം കുറച്ച് വലിവായി പോയി, നല്ല വെയിലുമായി, നമുക്ക് വൈകിപ്പോയി. അല്ലെങ്കിൽ കുറേ കൂടെ കുപ്പി പറക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇത് ചെയ്തുള്ളൂ. അപ്പോൾ അത് ഇത്രയും ബോട്ടിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ബോട്ടിൽ മാത്രമല്ല, പല സാധനങ്ങളുണ്ട്. തെർമോക്കോളുണ്ട്, ബോള്, പ്ലാസ്റ്റിക് കുട്ടികൾക്ക് കളിക്കുന്ന ബോൾ, ഒരു സകലമാന സാധനങ്ങൾ ആൾക്കാർ എടുത്ത് പുഴയിലേക്കാണ് ഇടുന്നത്. അത് മുഴുവൻ വന്നു ചേർന്ന് നമ്മുടെ കടലിലും മീനുകളുടെ വയറ്റിലും വായലും ആകെ പ്രശ്നമാണ്. ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നമ്മൾ കളക്ട് ചെയ്തെടുത്തു, അതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഇത് പറക്കിയെടുക്കണം എന്നല്ല പറയുന്നത്, ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇത് റീസൈക്കിൾ ചെയ്യാനായിട്ട് ഇപ്പോൾ പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ പയ്യന്മാർ ഹിന്ദിക്കാരും ഹിന്ദിക്കാരും പിന്നെ നമ്മുടെ മലയാളികൾ തന്നെ നടക്കുന്നുണ്ട്, ഉപദ്രവമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്ന ഓരോ ബോട്ടിലും ഓരോരുത്തരും എങ്ങും കളയാതെ വീട്ടിൽ തന്നെ ഒരു ചാക്കിലിട്ട് വെച്ചിരിക്കുക. പ്ലാസ്റ്റിക് വേറെ, മറ്റ് ജൈവമാലിന്യങ്ങൾ വേറെ. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം ഒരു പ്ലാസ്റ്റിക് ചാക്കിലാക്കി വെച്ചിരിക്കുക. അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കുക, അവർക്കൊരു ഹെൽപ്പായി. ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇത്രയും ബോട്ടിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടൊന്ന് ശേഖരിച്ച് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ വരും. അവർ ഇപ്പോൾ ഇന്നലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന സമയത്ത് അവരെ വിളിച്ചിട്ട് ഇത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഒരു ഹാപ്പിയായി, നമ്മുടെ പുഴയും ക്ലീനായി, നമുക്കൊരു സംതൃപ്തിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ ബോട്ടിലൊന്നും വെള്ളം ബോട്ടിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് പൊതുതരത്ത് വലിച്ചെറിയാതെ പരമാവധി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു ചാക്കിലാക്കി വെക്കുക. അപ്പോൾ അവർ ഈ ആൾക്കാർക്ക് പറക്കാനായിട്ട് വരുന്നവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോളും. നമ്മുടെ സ്ഥലവും കാര്യമാക്കിയിട്ട് നമ്മുടെ പരിസരം വൃത്തിയായി കിടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്ന എല്ലാവരും, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരോടും കാണാൻ പറയുക. അപ്പോൾ എല്ലാവരോടും ഒരു ശ്രമം ഇതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് എല്ലാവരും ഒന്ന് പങ്കാളിയാവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിൻ്റെ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷ. ക്യാമറമാൻ ജോഷ് ചാനൊപ്പം ആന്റണി തിരീഷ് സൈനിങ് ഔട്ട്.